ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. സബ്ജക്റ്റിൻ്റെ പേര് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഇത് 5th സെമസ്റ്റർ BCom BBA കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. അതുമാത്രമല്ല, ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ അമൽഗമേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഡിഗ്രി സ്റ്റുഡൻസിന് മാത്രമല്ല, BCom BBA സ്റ്റുഡൻസിന് മാത്രമല്ല, MCom സ്റ്റുഡൻസിനും വരാൻ പോകുന്ന കോളേജ് PSC കൊമേഴ്സ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. സോ എല്ലാവരും എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നു. ഇത് കംപ്ലീറ്റ് മുഴുവനായും ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്ത് കാണുമെന്നുള്ള വിശ്വാസത്തോടെ എൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നു. സോ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളെ ഫ്രണ്ട്സോ സ്റ്റുഡൻസോ കസിൻസോ ആരെങ്കിലും കൊമേഴ്സ് ഉണ്ടെങ്കിൽ, അത് BCom ആയാലും BBA ആയാലും MCom ആയാലും ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് തുടങ്ങാം. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫോർ അമൽഗമേഷൻ. Its name is accounting for amalgamation. Then what do you mean by amalgamation? Amalgamate means to form a new company by joining together two or more existing companies which are under liquidation. That means amalgamation refers to the formation of a new company to purchase two or more companies which go into liquidation, or it is the merger of two or more existing companies and to form a new company. What do you mean by amalgamation? Amalgamation refers to the formation of a new company to purchase two or more companies which go into liquidation. That means liquidation സ്റ്റേജിലേക്ക് എത്താൻ പോകുന്ന രണ്ടോ അതിൽ കൂടുതലോ എക്സിസ്റ്റിംഗ് കമ്പനീസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതിനെയാണ്, ഫോർ എക്സാമ്പിൾ A കമ്പനി ആൻഡ് B കമ്പനി. A കമ്പനി ലിക്വിഡേഷൻ ചെയ്യാൻ പോകുന്നൊരു കമ്പനിയാണ്, വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോകുന്ന പൂട്ടിക്കെട്ടാൻ പോകുന്നൊരു കമ്പനിയാണ്. അതുപോലെ ഒരു പൂട്ടിക്കെട്ടാൻ പോകുന്നൊരു കമ്പനിയാണ് B കമ്പനി. അപ്പോൾ ഈ രണ്ട് കമ്പനിയും ലിക്വിഡേഷൻ പ്രോസസ്സിന് വിധേയമായിട്ടുള്ള കമ്പനികളാണ്. ഇത് രണ്ടിൻ്റെയും കൂടിയിട്ട് ജോയിൻ ടുഗെദർ നമ്മളെന്ത് ചെയ്യും, അതിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസൊക്കെ ടേക്കൺ ഓവർ ചെയ്ത് പുതിയൊരു ന്യൂ കമ്പനി AB ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ന്യൂ കമ്പനി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അമൽഗമേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി ടു പർച്ചേസ് two or more companies which go into liquidation. Or other words, it is the merger of two or more existing companies and to form a new company. So as per accounting standard 14, amalgamation means the merger of two or more existing companies and to form a new company. It is nothing but the joining together of two or more existing liquidated companies and to form a new company. That process is known as amalgamation. So next question is that why the company is going for amalgamation, or what are the reason behind the amalgamation, or what is the main objective behind the amalgamation, or if we are going for amalgamation, what are the benefits that we are going to receive from that process. സോ വൈ ദ കമ്പനി ഗോയിങ് ഫോർ അമൽഗമേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനി അമൽഗമേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അമൽഗമേഷൻ മനസ്സിലായിട്ടുണ്ടാവും. രണ്ടോ അതിൽ കൂടുതലോ പൂട്ടിക്കെട്ടാൻ പോകുന്ന ലിക്വിഡേഷൻ പ്രോസസ്സിന് വിധേയമായിട്ടുള്ളൊരു കമ്പനി കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതിനാണ് അമൽഗമേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിലൊന്നാമത് ടു പ്രൊമോട്ട് ബെറ്റർ മാനേജ്മെൻറ്റ്.
അതായത് നമ്മളിപ്പോൾ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിന് വിധേയമാകുന്ന ഒരു കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയിലും, അതായത് അവിടെ ഒരു നല്ല എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്തത് കാരണമാണ് അത് അവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ഐ മീൻ ലയബിലിറ്റീസ് കൂടുതലും അസറ്റ്സ് കുറവും, അതായത് നമ്മൾ അസറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ലയബിലിറ്റീസ് കംപ്ലീറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് ടീം അവിടെ ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ലിക്വിഡേഷൻ പ്രോസസ്സിന് വിധേയമാകുന്ന കമ്പനി. അപ്പോൾ അങ്ങനെയുള്ള രണ്ടോ അതിൽ കൂടുതലോ ലിക്വിഡേഷൻ പ്രോസസ്സിന് വിധേയമാകുന്ന കമ്പനീനെ കമ്പൈൻ ചെയ്തിട്ട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസൊക്കെ ടേക്ക് ഓവർ ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കമ്പനിക്ക് ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു നല്ല രീതിയിലുള്ള ബെറ്റർ മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ദെൻ അതുകൂടാതെ ടുഗെദർ വിത്ത് ടു കളക്ട് അഡീഷണൽ ക്യാപിറ്റൽ, ഐ മീൻ ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ കമ്പനികൾ കമ്പൈൻ ചെയ്തൊരു പുതിയ കമ്പനി ആകുന്ന സമയത്ത് അത്രയും കമ്പനീൻ്റെ എത്ര കമ്പനിയാണോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടൊരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നത്, അപ്പോൾ സാധാരണ സിംഗിൾ കമ്പനീനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പനികൾ മെർജ് ചെയ്യുമ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ അതിലൂടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സേവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഐ മീൻ ഇപ്പോൾ ഒരു കമ്പനി മാത്രമാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു കമ്പനീനെ വേറൊരു കമ്പനി അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ ഒരു കമ്പനി തന്നെ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടിൽ കൂടുതൽ കമ്പനികളെ ഫോം ചെയ്തിട്ടൊരു പുതിയ കമ്പനി ഫോം ചെയ്യുമ്പം നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അത്രയ്ക്ക് വലിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവിടെ ചിലവാകില്ല. ഐ മീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ വിശ്വസിക്കുന്നു. അതായത് നമ്മൾക്ക് ലോങ് ടേം എക്സ്പെൻഡിച്ചറാണ്. അങ്ങനെ ഒരു എക്സ്പെൻസ് നമ്മൾക്ക് ഇൻകർ ചെയ്തതിനാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാലാകാലം വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിലാണത്. ദെൻ നമ്മൾ മാർക്കറ്റിൽ ഒരു വില്ലൻ സ്ഥാനം നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു അമൽഗമേറ്റ് ചെയ്യുന്നത്, ടു ഡോമിനേറ്റ് ദ മാർക്കറ്റ് and to enjoy the benefits of large scale production. This is one of the important merits or objective behind the amalgamation, to enjoy the benefits of large scale production. Then what do you mean by large scale production? To enjoy the നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ലാർജ് സ്കെയിലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ഐ മീൻ നമ്മളിപ്പം നമ്മൾ ഫസ്റ്റ് മന്ത് ഒരു 10,000 യൂണിറ്റ്സ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്കൻഡ് മന്ത് 20,000 യൂണിറ്റ്സ് ആയി, തേർഡ് മന്ത് അത് 1 lakh യൂണിറ്റ്സ് ആയി. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടുവന്നു നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും. മീൻസ് കോസ്റ്റ് കുറയുമ്പം ഓബ്വിയസ്ലി ദർ ഇസ് എ കോസ്റ്റും ഇൻകവും തമ്മിൽ എപ്പോഴും എന്താണ്, ഇൻവേഴ്സ് റിലേഷനാണ്. കോസ്റ്റ് കൂടുമ്പം ഇൻകം കുറയും, കോസ്റ്റ് കുറയുമ്പോൾ ഇൻകം കൂടും. ഇൻവേഴ്സ് റിലേഷനാണ് രണ്ടും തമ്മിൽ. അപ്പം നമ്മൾക്ക് കോസ്റ്റ് പ്രൊഡക്ഷൻ കൂടുമ്പം പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. അപ്പോൾ അതുവഴി നമുക്ക് അതിനെ കൊണ്ട് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയുള്ള റീസൺസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടോ അതിൽ കൂടുതലുള്ള കമ്പനീസ് ലിക്വിഡേഷൻ പ്രോസസ്സിന് വിധേയമാകുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ ഔട്ടാകാൻ പോകുന്ന രണ്ടോ അതിൽ കൂടുതലോ ഉള്ള കമ്പനീസിനെ കമ്പൈൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഒരു ബെറ്റർ മാനേജ്മെൻറ്റിലൂടെ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. വൈ ദി കമ്പനി ഈസ് ഗോയിങ് ഫോർ അമൽഗമേഷൻ. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ക്ലാസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ഇവിടെ ഈ ക്ലാസ്സിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഞാൻ അതിൻ്റെ ആൻസർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നെക്സ്റ്റ് വീഡിയോയിൽ തരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ കമ്പനികളെ ഫോം ചെയ്ത് ഒരു പുതിയ കമ്പനി ജോയിൻ ചെയ്ത് പുതിയ കമ്പനി ഫോം ചെയ്യുമ്പം നമ്മൾക്കുണ്ടാകുന്ന ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തത് ലാക്ക് ഓഫ് പേഴ്സണൽ ഇനിഷ്യേറ്റീവ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കമ്പനി ആയിരുന്നു, പിന്നെ അത് ഒന്നിൽ കൂടുതൽ കമ്പനികൾ നമ്മൾ ഫോം ചെയ്ത് പുതിയൊരു കമ്പനി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒക്കെ ബാക്കിൽ, അതായത് ഈ അമൽഗമേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രോസസ്സ്, സിമ്പിൾ പ്രോസസ്സല്ല. ആ കമ്പനീൻ്റെ മൊത്തത്തിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ നമ്മൾ മാർക്കറ്റ് വാല്യൂ, ഫെയർ വാല്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസൊക്കെ ടേക്ക് ഓവർ ചെയ്യലും അതിനുള്ള ബാലൻസ് സ്റ്റേക്കിലും അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ തീരുമാനിക്കലൊക്കെ വലിയൊരു tedious പ്രോസസ്സാണ്.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നല്ല പ്രോപ്പറായ ടെക്നിക്കൽ എക്സ്പേർട്ടോ പേഴ്സണൽ ഇനിഷ്യേറ്റീവ്, അതായത് അത് ആര് ചെയ്യും, എങ്ങനെ ചെയ്യും, എപ്പം ചെയ്യും എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് ഇല്ലാതിരിക്കല്, അതായത് ഈ അമൽഗമേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പേഴ്സണൽ ഇനിഷ്യേറ്റീവിൻ്റെ ഷോർട്ടേജ് നമുക്കുണ്ടെങ്കിൽ അതൊരു വലിയൊരു പോരായ്മ. നമുക്ക് നല്ല രീതിയിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യാനോ നല്ല രീതിയിൽ പ്രോപ്പർ മാനേജ്മെൻറ്റിലൂടെ അത് ജോയിൻ ടുഗെദറായിട്ടൊരു പുതിയ ന്യൂ കമ്പനി ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. അതേപോലെ തന്നെയാണ് ഒന്നിൽ കൂടുതൽ കമ്പനികൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഓരോ കമ്പനീൻ്റെയും നേച്ചറിൻ്റെ അനുസരിച്ച് ആ ഓരോ കമ്പനീൻ്റെയും മൊത്തത്തിലുള്ള ക്യാരക്ടറും ആ കമ്പനീൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കാനും അത് മാനേജ് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാനും അതിൻ്റെ വില നിശ്ചയിക്കാനൊക്കെ ടീഡിയസ് പ്രോസസ്സാണ്. അപ്പം നല്ല രീതിയിലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു കൺട്രോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതൊരു ഡിഫിക്കൽട്ടായി മാറും. ദെൻ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസ്ഡ്, ഒരു കമ്പനീനെ നമ്മൾ അക്വയർ ചെയ്യുന്നതും ഒന്നിൽ കൂടുതൽ കമ്പനീനെ നമ്മൾ അക്വയർ ചെയ്യുന്നതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പനി ആകുമ്പോൾ അവിടെ ദെയർ മസ്റ്റ് ബി എ chance of increasing the wastages. Then defects of overcapitalization. Overcapitalization means the company having more capital than what is actually required. നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റലിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ വരുന്ന സിറ്റുവേഷനാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആയാലും ഓവർ ക്യാപിറ്റലൈസേഷൻ ആയാലും കമ്പനീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റേതായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്ട്സ് ഒക്കെ മേ ബി സഫർ ചെയ്യേണ്ടി വരും. സോ ദിസ് ആർ ദ പോയിൻറ്റ്സ് ഓഫ് ലിമിറ്റേഷൻസ് while we are going through the amalgamation process. So next, what are the types of amalgamation? This is very, very important for the examination point of view as well as for the competitive exams also. There are two types of amalgamation: amalgamation in the nature of merger and amalgamation in the nature of purchase. There are two types of amalgamation: amalgamation in the nature of merger and amalgamation in the nature of purchase. അപ്പോൾ ഇത് രണ്ടും അമൽഗമേഷൻ തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട്, അതുപോലെ ഡിഫറൻസും ഉണ്ട്. ഈ ഡിഫറൻസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അമൽഗമേഷൻ ദ നേച്ചർ ഓഫ് മേജർ എന്ന് മനസ്സിലാവും, അമൽഗമേഷൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാവും. അതായത് നമ്മളതിൻ്റെ മീനിങ് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിലും കാര്യങ്ങൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഡിഫറൻസിലൂടെയാണ്. സോ നെക്സ്റ്റ് ഐ മൂവ് ടു discuss about the points of differences between amalgamation in the nature of merger and amalgamation in the nature of purchase. അപ്പോൾ എന്താണ് amalgamation in the nature of merger? അപ്പോൾ there is a transfer of all assets and liabilities. There is a transfer of all assets and liabilities. അപ്പോൾ നമ്മൾ മേജറിലൂടെയാണ് ജോയിൻ ടുഗെദർ ചെയ്തിട്ടൊരു പുതിയ ന്യൂ കമ്പനിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ട്രാൻസ്ഫറി കമ്പനിയും തമ്മിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മളവിടെ ഒരു പിന്നെ ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരും. ദാറ്റ് മീൻസ് there is a transfer of all assets and liabilities. അതായത് എന്താണ് ട്രാൻസ്ഫറർ കമ്പനി, എന്താണ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. ട്രാൻസ്ഫറർ കമ്പനി മീൻസ് ദ കമ്പനി ദാറ്റ് ഗോയിങ് ടു പർച്ചേസ് ദ എക്സിസ്റ്റിംഗ് കമ്പനി, ദാറ്റ് ഈസ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് മീൻസ് വെൻഡർ കമ്പനി, വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയാണ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, പർച്ചേസിങ് കമ്പനിയാണ് ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് മേജറിൻ്റെ കേസിൽ എന്തായാലും അവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ട്രാൻസ്ഫർ അവിടെ സംഭവിക്കും. ട്രാൻസ്ഫർ ഇൻ ദ സെൻസ് ദാറ്റ് ദർ മേ ബി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് പർച്ചേസ് ആണെങ്കിൽ നീഡ് നോട്ട് ബി ട്രാൻസ്ഫർ ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് ഒന്നുകൂടി പറയാം, അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് മേജർ ആൻഡ് അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് പർച്ചേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നടത്താൻ പോകുന്ന അമൽഗമേഷൻ മേജറിലൂടെ നടത്തുന്ന അമൽഗമേഷൻ ആണെങ്കിൽ അവിടെ എന്തായാലും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ട്രാൻസ്ഫർ അവിടെ ഉണ്ടാവും. ഈ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നത് പിന്നെ വെൻഡർ കമ്പനീൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പർച്ചേസിങ് കമ്പനി അത് പർച്ചേസ് ചെയ്തിരിക്കണം. ഐ മീൻ വെൻഡർ കമ്പനി എന്ന് മീൻസ്
ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനി ടേക്ക് ഓവർ ചെയ്തിരിക്കണം. അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് പർച്ചേസിലാണെങ്കിൽ അങ്ങനെ എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് 90% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ ട്രാൻസ്ഫർ കമ്പനി ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. അതായത് ആഫ്റ്റർ അമൽഗമേഷന് ശേഷം വെൻഡർ കമ്പനീൻ്റെ ഓൾമോസ്റ്റ് 90% ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പിന്നെ ആരായി മാറും? പർച്ചേസിങ് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് വെൻഡർ കമ്പനിയും പർച്ചേസിങ് കമ്പനിയും, അതായത് വെൻഡർ കമ്പനി എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ വിൽക്കുന്നത്, പർച്ചേസിങ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ ആരാണോ വാങ്ങിക്കുന്നത്. അപ്പോൾ വെൻഡർ കമ്പനിയിലുള്ള 90% അതിൽ കൂടുതലോ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അമൽഗമേഷന് ശേഷം പർച്ചേസിങ് കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും, ട്രാൻസ്ഫറി കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. ദെൻ അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് പർച്ചേസിലാണെങ്കിൽ നീഡ് നോട്ട് ബിക്കം ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. അവിടെ എന്താകുന്നില്ല, പിന്നെ വെൻഡർ കമ്പനീൻ്റെ ഇക്വിറ്റി നോട്ട് ലെസ് ദാൻ 90% ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്ത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പർച്ചേസിങ് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് അവിടെ മാറുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ പർച്ചേസ് കൺസിഡറേഷൻ ഇസ് ഡിസ്ചാർജ് ഹോൾലി ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എക്സെപ്റ്റ് ക്യാഷ് ഫോർ ഫ്രാക്ഷണൽ ഷെയർസ്. ഇപ്പോൾ മെർജറിലൂടെയുള്ള അമൽഗമേറ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ നമ്മളെപ്പോഴും പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനീനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു പുതിയ കമ്പനി എക്സിസ്റ്റിംഗ് കമ്പനീനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും വാങ്ങിക്കുമ്പം എന്ത് ചെയ്ത് കൊടുക്കണം? പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കണം. ആ പർച്ചേസ് കൺസിഡറേഷൻ മെർജറിലൂടെ അമൽഗമേറ്റ് ചെയ്തൊരു കമ്പനി ആണെങ്കിൽ അവിടെ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾലി ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താണ് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് മീറ്റ് ചെയ്യുക, എക്സെപ്റ്റ് ക്യാഷ് ഫോർ ഫ്രാക്ഷണൽ ഷെയർസ്. അപ്പോൾ ചില കേസിൽ നമുക്ക് ഇക്വിറ്റി ഷെയർസ് കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂല. അപ്പം 1012 ഷെയർ ഇഷ്യൂ ചെയ്തതിനാൽ ഒരു ഷെയറിന് ഇത്ര എമൗണ്ട് എന്ന തോതിൽ കണക്കായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ടിന് മാച്ചായിട്ട് നമ്മൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 1012.4. അപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ഡെസിമലിൽ വരുന്ന ഫ്രാക്ഷണൽ ഷെയറിനെ നമ്മൾക്കങ്ങനെ ഫ്രാക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അപ്പോൾ 1012 അല്ലെങ്കിൽ 1012.4 ആണെങ്കിൽ 1012 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യ നമ്മൾ എടുക്കുക, 0.4 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തൊരു ഫ്രാക്ഷനാണ്. അപ്പോൾ അതിനെ നമുക്ക് ശരിക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതിന് ആ ബാക്കി വരുന്ന ഫ്രാക്ഷണൽ ഫിഗേഴ്സിനെ നമ്മൾ ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കും. അപ്പോൾ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ പർച്ചേസ് കൺസിഡറേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നത് അതിന് കണക്കായിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടാണ്. ഇൻ കേസ് അവിടെ ഫ്രാക്ഷണൽ ഷെയർ വരികയാണെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ ഇക്വിറ്റി ഷെയറിന് പകരം ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക. അപ്പുറമാണെങ്കിൽ അമൽഗമേഷൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസ് ആണെങ്കിൽ ഹിയർ പർച്ചേസ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ഡിസ്ചാർജ്ഡ് ഹോൾലി ബൈ ദി ഇക്വിറ്റി ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ പർച്ചേസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ ഇക്വിറ്റി ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യണമെന്നില്ല. എവിടെ അമൽഗമേഷൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ ഇക്വിറ്റി ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യണമെന്നില്ല. വേറെ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ നമ്മൾ ഹോളി എന്തെന്ന് ഇഷ്യൂ ചെയ്തിരിക്കണം? പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ടിൻ്റെ മാച്ചായിട്ട് ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾ reserves are recorded at their existing carrying amount and in the same form, whereas in the case of purchase only statutory reserves are recorded at their existing carrying amount. അതായത് മെർജറിലൂടെ അമൽഗമേറ്റ് ചെയ്ത കമ്പനീൻ്റെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് എമൗണ്ട് തന്നെയാണ്, അതേ ഫോമിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. റിസർവ്സ് ആൻഡ് സർപ്ലസ് അതേ ഫോമിൽ തന്നെയാണ് മെർജറിലൂടെ അമൽഗമേറ്റ് ചെയ്ത കമ്പനീൻ്റെ പ്രൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. വേറെ പർച്ചേസിലൂടെ അമൽഗമേറ്റ് ചെയ്ത കമ്പനീൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മാത്രമേ നമ്മൾ എക്സിസ്റ്റിംഗ് ക്യാരിയിങ് എമൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള അതർ റിസർവ്സ് ഒന്നും നമ്മൾ എക്സിസ്റ്റിംഗ് എമൗണ്ടിലെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാം.
അപ്പോൾ 4 പോയിൻ്റ് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി പറയാം. അതായത് മെർജറിലൂടെ അമൽഗമേറ്റ് ചെയ്ത കമ്പനീൻ്റെ കേസിൽ എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യമില്ല, ട്രാൻസ്ഫർ ചെയ്യണം. വേറെ അമൽഗമേഷൻ ദി നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദെൻ അമൽഗമേഷൻ ദി കേസ് ഓഫ് മെർജറിൻ്റെ കേസിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വെൻഡർ കമ്പനീൻ്റെ 90% കൂടുതൽ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ അമൽഗമേഷന് ശേഷം പർച്ചേസിങ് കമ്പനീൻ്റെ സെയിം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. വേറെ അമൽഗമേഷൻ ദി നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ അങ്ങനെ വെൻഡർ കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും പർച്ചേസിങ് കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നില്ല. പിന്നെ അമൽഗമേഷൻ ദി നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ മൊത്തത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് അതിന് മാച്ചായിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് കണക്കായിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടാണ്. പിന്നെ ഫ്രാക്ഷണൽ ഷെയർ ഉണ്ടെങ്കിൽ മാത്രം അവിടെ ബാക്കിയുള്ള എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കും. വേറെ ഇൻ ദ കേസ് ഓഫ് പർച്ചേസിൻ്റെ കേസിൽ ഇക്വിറ്റി ഷെയർ തന്നെ ഇഷ്യൂ ചെയ്ത് ഡിസ്ചാർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ അമൽഗമേഷൻ ദി നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ എല്ലാ റിസർവ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ടിൽ തന്നെയാണ്, അതേ ഫോമിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. വേറെ ഇൻ ദ കേസ് ഓഫ് പർച്ചേസിൻ്റെ കേസിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മാത്രമേ, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മീൻസ് ആസ് പെർ ലോ പ്രകാരമുള്ള നമ്മൾ നിർബന്ധപൂർവ്വം മാറ്റിവെക്കേണ്ട റിസർവ്സ് മാത്രമേ നമ്മൾ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ടിൽ റെക്കോർഡ് ചെയ്യൂ. അതർവൈസ് മറ്റുള്ള എല്ലാ റിസർവ്സും നമ്മൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അമൽഗമേഷൻ ദി നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട് ആണ്, എക്സെപ്റ്റ് വെർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു മേക്ക് യൂണിഫോമിറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അതായത് മെർജറിലൂടെ അമൽഗമേറ്റ് ചെയ്ത കമ്പനീൻ്റെ ടേക്കൺ ഓവർ ചെയ്ത അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ അത് എക്സിസ്റ്റിംഗ് എമൗണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എക്സെപ്റ്റ് ഏത് കേസിലൊഴികെ വെർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു മേക്ക് യൂണിഫോമിറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസ് യൂണിഫോമിറ്റി ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു റൂൾ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹിൻസ് അവിടെ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമ്മൾ എക്സിസ്റ്റിംഗ് എമൗണ്ടിൽ റെക്കോർഡ് ചെയ്യാത്തതുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും മെർജറിലൂടെ അമൽഗമേറ്റ് ചെയ്തൊരു കമ്പനീൻ്റെ ടേക്കൺ ഓവർ ചെയ്ത വെൻഡർ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പർച്ചേസിങ് കമ്പനി വാങ്ങിക്കുന്നതാണ് ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ടേക്ക് ഓവർ ചെയ്ത അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. വേറാസ് ഇൻ ദ കേസ് ഓഫ് അമൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിലാണെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തത് റെക്കോർഡ് ചെയ്യുന്നത് അറ്റ് ദർ എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ട് ഓർ ഓൺ ദ ബേസ് ഓഫ് ദ ഫെയർ വാല്യൂ. ഒന്നുകിൽ എക്സിസ്റ്റിംഗ് എമൗണ്ടിലോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഏതെങ്കിലും ഒന്നിലായിരിക്കും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തത് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഒന്നുകൂടി പറയാം, അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ ടേക്ക് ഓവർ ചെയ്ത അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സിസ്റ്റിംഗ് ക്യാരിങ് എമൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എക്സെപ്റ്റ് ഇൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. വേറാസ് ഇൻ ദ കേസ് ഓഫ് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വാല്യൂ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ these are the points of differences between amalgamation in the nature of merger and amalgamation in the nature of purchase. Is very very important for the examination point of view. It may be asked in all competitive exams, descriptive exam like BCom, BBA, degree exams, and also PG exam, and also other descriptive competitive exams. Then next, very very important, just like differences, purchase consideration. What do you mean by purchase consideration, and what are the methods of calculating purchase consideration? So purchase consideration is the amount or consideration payable to the vendor company by the purchasing company is called purchase consideration. Here PC stands for, that is the short abbreviated form of purchase consideration that is written for my convenience. It is not an accepted abbreviation. So purchase consideration means ഒരു പർച്ചേസിങ് കമ്പനി ഒരു വെൻഡർ കമ്പനീൻ്റെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് അല്ലെങ്കിൽ
ഒരു കൺസിഡറേഷൻ, അത് ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കാം, ഷെയറിൻ്റെ രൂപത്തിൽ കൊടുക്കാം, ഡിബഞ്ചറിൻ്റെ രൂപത്തിൽ കൊടുക്കാം, പല രീതിയിലും അത് കൊടുക്കാം. പിന്നെ ഫ്രാക്ഷണൽ ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ ഷെയർ നമ്മൾക്ക് പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കേസിലാണെങ്കിൽ അത് ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കാം. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്, കൺസിഡറേഷനാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇറ്റ് ഈസ് എമൗണ്ട് പേയബിൾ ബൈ ദ പർച്ചേസിങ് കമ്പനി ടു ദി വെൻഡർ കമ്പനി. Okay, then how to calculate the value of purchase consideration? Suppose I want to purchase 2 or more existing liquidated company, then I want to pay some amount as a consideration to the vendor company. So how to calculate the price of purchase consideration? There are 4 important methods of calculating purchase consideration. They are lump sum method, net payment method, net asset method, share exchange rate method, or it is otherwise known as intrinsic value method, etc. So first method, lump sum method. As its name indicates here, the purchasing company and vendor company makes an agreement. In that agreement, the purchasing company mentioned a fixed sum to the vendor company. That fixed sum is called the purchase consideration under lump sum method. Here, sometimes the purchasing company agrees to pay a fixed amount to the vendor company as purchase consideration. This method is called the lump sum method. Here, there is no need to calculate the amount of purchase consideration. ഇവിടെ lump sum methodന്റെ കേസിൽ പർച്ചേസിങ് കമ്പനിയും വെൻഡർ കമ്പനിയും തമ്മിലുള്ള അഗ്രിമെൻറ്റിൽ പർച്ചേസിങ് കമ്പനി ഒരു ഫിക്സഡ് എമൗണ്ട് പിന്നെ ഒരു 10 crore എന്നൊരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പർച്ചേസ് കൺസിഡറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു 10 crore എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലംസം മെത്തേഡ് പ്രകാരമുള്ള പർച്ചേസ് കൺസിഡറേഷൻ. അവിടെ നമ്മൾ ഈ പറയുന്ന മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ഓൾറെഡി എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ലംസം മെത്തേഡ് പ്രകാരം. സിമ്പിൾ മെത്തേഡാണ്, കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. എന്താണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്? അപ്പോൾ എങ്ങനെയാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിലൂടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം? ഹിയർ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഓൾ ദ പേയ്മെൻറ്റ്സ് വിച്ച് ദ പർച്ചേസിംഗ് കമ്പനി എഗ്രീസ് ടു മേക്ക് ഇൻ ദ ഫോം ഓഫ് ഷെയർ, സെക്യൂരിറ്റീസ് ആൻഡ് ക്യാഷ്, ഷെയർസ്, സെക്യൂരിറ്റീസ് ആൻഡ് ക്യാഷ് ടു ദി ഷെയർഹോൾഡേഴ്സ് ഓഫ് ദ വെൻഡർ കമ്പനി. അപ്പം നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ആഡിങ് ഓൾ ദ പേയ്മെൻറ്റ്സ് വിച്ച് ദ പർച്ചേസിങ് കമ്പനി അഗ്രീസ് ടു മേക്ക്. അതായത് വെൻഡർ കമ്പനിയുടെ പേയ്മെൻറ്റ് ഏതൊക്കെയാണോ ആ പേയ്മെൻറ്റ് മൊത്തത്തിൽ ആഡ് ചെയ്യുക. ഓൾ ദ പേയ്മെൻറ്റ്സ് വിത്ത് ദ പർച്ചേസിങ് കമ്പനി അഗ്രീസ് ടു മേക്ക് ഇൻ ദ ഫോം ഓഫ് ഷെയർ, സെക്യൂരിറ്റീസ് ആൻഡ് ക്യാഷ്. അതായത് പിന്നെ പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിയുടെ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എല്ലാ പേയ്മെൻറ്റും നമ്മൾ ആഡ് ചെയ്യുക. എല്ലാ പേയ്മെൻറ്റും ആഡ് ചെയ്യുക. എന്നിട്ട് ആ പേയ്മെൻറ്റിന് മാച്ചായിട്ടുള്ളത് ഷെയർസിൻ്റെ രൂപത്തിലോ സെക്യൂരിറ്റീസിൻ്റെ രൂപത്തിലോ ക്യാഷിൻ്റെ രൂപത്തിലോ പർച്ചേസ് കൺസിഡറേഷൻ ഈക്വലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് only when all modes of payments are given in the question. Otherwise we may use net asset method. അപ്പോൾ ഈ മെത്തേഡ് എപ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ? എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റ് മോഡും ക്വസ്റ്റ്യനിൽ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് അതായത് കമ്പനീൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എല്ലാ പേയ്മെൻറ്റ് മോഡും പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ള എല്ലാ പേയ്മെൻറ്റ് മോഡും അവിടെ ക്ലിയർ കട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. Otherwise, if the question is silent about the modes of payment, then we may use net asset method of calculating purchase consideration. So what do we mean by net payment method? Here the purchase consideration is calculated by adding all the payments which the purchasing company agrees to make, either in the form of shares, debentures, securities, etc. Clear? The next third method, net asset method. And what do you mean by net asset? Net asset means assets minus liabilities, that is net assets.
Here under net asset method, purchase consideration is determined on the basis of assets and liabilities taken over at agreed value. If nothing is mentioned about the agreed value taken over, then we may use book value of the assets and liabilities. അപ്പോൾ നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് അഗ്രീഡ് വാല്യൂ. അതായത് ക്വസ്റ്റ്യനിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എത്ര എമൗണ്ടിനാണ് ടേക്കൺ ഓവർ ചെയ്ത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ആ അഗ്രീഡ് വാല്യൂ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇനി അഗ്രീഡ് വാല്യൂവിനെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ആ കേസിൽ നെറ്റ് അസറ്റ് മെത്തേഡ് ആൻഡ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ നോക്കിയിട്ടാണ്. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന പിന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ. അഗ്രീഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന വാല്യൂ അല്ല, അതിന് താഴെ ഒരു ഇത്ര ഒരു എമൗണ്ട് ഞാൻ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അഗ്രീഡ് വാല്യൂ. അത് പർച്ചേസിങ് കമ്പനിയും വെൻഡർ കമ്പനിയും തമ്മിൽ അഗ്രിമെൻറ്റിൻ്റെ ഫലമായിട്ട് തീരുമാനിക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ നെറ്റ് അസറ്റ് മെത്തേഡിൽ അങ്ങനെ ഒരു അഗ്രീഡ് വാല്യൂവിലാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സംടൈംസ് ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് സൈലന്റ് അബൌട്ട് ദ അഗ്രീഡ് വാല്യൂ, ഇൻ ദാറ്റ് സിറ്റുവേഷൻ വി മേ മേക്ക് ഇറ്റ് use of book value. So here there is a formula of calculating purchase consideration under net asset method. So see the box. Purchase consideration is equal to assets taken over at agreed value minus liabilities taken over at agreed value. അപ്പോൾ ഇവിടെ അസറ്റ്സ് ടേക്കൺ ഓവർ അറ്റ് അഗ്രീഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ അസറ്റ്സും നമ്മൾ എടുക്കാൻ പാടില്ല. അവിടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ താഴ്ഭാഗം ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടാവും. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രിലിമിനറി എക്സ്പെൻസ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് പോലെയുള്ള ഐറ്റംസ് ഉണ്ടാവും നമ്മളെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലെ ലാസ്റ്റ് ഭാഗം. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സ് ഒന്നും നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. നെറ്റ് അസറ്റ് മെത്തേഡിലാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള ബാലൻസ് ഷീറ്റിലുള്ള ഫിക്റ്റീഷ്യസ് അസറ്റായ പ്രിലിമിനറി എക്സ്പെൻസും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസും നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഒന്നാമത്തെ നോട്ട്. രണ്ടാമത്തെ നോട്ട് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം, ദെൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് എക്സെട്ര ഷുഡ് നോട്ട് ബി കൺസിഡർ. അപ്പോൾ അവിടെ നമ്മൾ ലയബിലിറ്റി സൈഡിലുള്ള റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടുള്ള മാറ്റിവെച്ച ഫണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അതായത് ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പം അതിൻ്റെ കിട്ടിയ എക്സസ് എമൗണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ദെൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പോലെയുള്ള സ്പെഷ്യൽ പർപ്പസിന് മാറ്റിവെച്ച ഐറ്റംസ് ഒന്നും നമ്മൾ ഒരിക്കലും പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം കൺസിഡർ ചെയ്യാറില്ല. സോ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അഗ്രീഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്ത് അതിൻ്റെ അഗ്രീഡ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അതല്ല ബുക്ക് വാല്യൂ ആണ് തന്നെങ്കിൽ അതെടുക്കുക. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ടേക്കൺ ഓവർ അറ്റ് അഗ്രീഡ് വാല്യൂ നിന്ന് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് അഗ്രീഡ് വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരമുള്ള പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ നെക്സ്റ്റ് നാലാമത്തെ മെത്തേഡാണ് ഷെയർസ് എക്സ്ചേഞ്ച് മെത്തേഡ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഷെയർസ് എക്സ്ചേഞ്ച് ടേം തന്നെ മനസ്സിലാവും, ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുക. എങ്ങനെയാണ്? സംടൈംസ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഇസ് അസർട്ടൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റേഷ്യോ ഇൻ വിച്ച് ഷെയർസ് ഓഫ് ദ പർച്ചേസിംഗ് കമ്പനി ആർ ടു ബി എക്സ്ചേഞ്ച് ഫോർ ദ ഷെയർസ് ഓഫ് ദ വെൻഡർ കമ്പനി. അതായത് ചില കേസിൽ അതായത് ഷെയർ എക്സ്ചേഞ്ച് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ അസർട്ടൈൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റേഷ്യോ ഇൻ വിച്ച് ഷെയർസ് ഓഫ് ദ പർച്ചേസിംഗ് കമ്പനി ആർ ടു ബി എക്സ്ചേഞ്ച് ഫോർ ദ ഷെയർസ് ഓഫ് ദ വെൻഡർ കമ്പനി. അതായത് വെൻഡർ കമ്പനിയിൽ എത്രയാണോ ഷെയർ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പർച്ചേസിംഗ് കമ്പനിയുടെ ഷെയർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള റേഷ്യോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയർസ് എക്സ്ചേഞ്ച് മെത്തേഡ് പ്രകാരം
പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഷ്യോ, എക്സ്ചേഞ്ച് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദ എക്സ്ചേഞ്ച് റേഷ്യോ ഇസ് ജനറലി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഈച്ച് കമ്പനീസ് ഷെയർസ്. ഓരോ കമ്പനീൻ്റെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഒന്നുകൂടി പറയാം, എക്സ്ചേഞ്ച് റേഷ്യോ മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഡു യു മീൻ ബൈ പർച്ചേസ് കൺസിഡറേഷൻ ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ നെക്സ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് amalgamation and what are the types of amalgamation. The next important question is what are the differences between amalgamation in the nature of purchase and amalgamation in the nature of merger. So listen me carefully. Then under share exchange rate method, continue the class. Share exchange rate method il purchasing company inde shares എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെൻഡർ കമ്പനിയുടെ ഷെയർസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് റേഷ്യോ ഫോം ചെയ്യും. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേഷ്യോ ഫോം ചെയ്യുന്നത് ഇൻട്രിൻസിക് ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ എന്താണ് ഇൻട്രിൻസിക് വാല്യൂ? അപ്പോൾ അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഷെയർസ് എക്സ്ചേഞ്ച് മെത്തേഡിനെ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് എന്ന് പറയാൻ കാരണം. So hence this method is also known as intrinsic value method. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് വാല്യൂ? ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ. ഒരു ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ അസെറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. അപ്പോൾ അണ്ടർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് ഷെയർസ് purchase consideration is calculated by multiplying the intrinsic value of shares with the number of shares. So how to calculate the intrinsic value of a share? Intrinsic value is equal to the net asset is divided by the number of shares. എത്ര ഷെയർസ് ആണ് ഉള്ളത് ആ ഷെയർസിനെ കൊണ്ട് നെറ്റ് അസെറ്റിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താണ് നെറ്റ് അസെറ്റ്? നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അസെറ്റ്സിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ്. ആ ഫിഗറിനെ നമ്പർ ഓഫ് ഷെയർസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കിട്ടും. അങ്ങനെ ഒരു ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഇൻട്രിൻസിക് വാല്യൂ ഇൻറ്റു എത്രയാണോ ഷെയർ ഉള്ളത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫിഗറാണ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഷെയർ എക്സ്ചേഞ്ച് റേറ്റ് മെത്തേഡ് പ്രകാരമുള്ള പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടുത്തെ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിക്റ്റീഷ്യസ് അസറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ നെറ്റ് അസെറ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫിക്റ്റീഷ്യസ് അസറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ലൈക്ക് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലെ ലാസ്റ്റ് ഭാഗം കാണും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം കൺസിഡർ ചെയ്യാൻ പാടില്ലാത്തതാണ്. So these are the methods of calculating purchase consideration. Then next I move to what are the accounting steps in the books of vendor company in case of amalgamation in order to close the books of accounts. അതായത് വെൻഡർ കമ്പനീൻ്റെ അക്കൗണ്ടിങ് ബുക്കിൽ എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റെപ്സാണ് എടുക്കേണ്ടത് അവിടെയുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ. അമൽഗമേഷൻ്റെ പ്രോസസ്സിൽ അവിടെയുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടതെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. So next, what are the accounting steps that we are going to understood while we are going for amalgamations in order to close the books of accounts of the vendor company. അതായത് വെൻഡർ കമ്പനീൻ്റെ ബുക്കിൽ എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റെപ്സാണ് നമ്മൾ അമൽഗമേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം prepare the balance sheet of the company on the date of liquidation. എപ്പോഴാണോ ലിക്വിഡേറ്റ് ചെയ്യുന്നത് ആ ഡേറ്റിനുള്ള ബാലൻസ് ഷീറ്റ് അവർ പ്രിപ്പയർ ചെയ്യുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ജേർണൽ എൻട്രി എൻ്റെ ബാക്കിൽ വരാനുണ്ട്. അപ്പോൾ ഇത്രമാത്രം സ്റ്റെപ്സ് ഇപ്പോൾ ആലോചിക്കുക. ആദ്യം ചെയ്യേണ്ടത് ലിക്വിഡേഷൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഡേറ്റിനുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തേത് വെച്ച് കഴിഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഫോർ വാട്ട് പർപ്പസ് വി ആർ പ്രിപ്പയറിംഗ് ദ റിയലൈസേഷൻ അക്കൗണ്ട് ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിലേതെങ്കിലും കൺവീനിയൻ്റായ ക്വസ്റ്റ്യൻ്റെ നേച്ചർ നോക്കിയിട്ട് ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക എമൗണ്ട്. ക്രെഡിറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് വിത്ത് ദ പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് റിയലൈസേഷൻ്റെ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബ്ലം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് നോക്കുക. അവിടെയുള്ള ഷെയർ ക്യാപിറ്റലിലെ അക്യൂമുലേറ്റഡ് റിസർവ്സ്, സർപ്ലസ്, അതുപോലെ അസറ്റ് സൈഡിലുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുമ്പോൾ എടുക്കാൻ പാടില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഈ ഫിക്റ്റീഷ്യസ് അസറ്റായ പ്രിലിമിനറി എക്സ്പെൻസും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസൊന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല എന്ന് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലയബിലിറ്റി സൈഡിലുള്ള അക്യൂമുലേറ്റഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പോലെയുള്ള സംഭവങ്ങളൊന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ദെൻ 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ദ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസൊക്കെ നമ്മൾ ടേക്കൺ ഓവർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിയലൈസേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, അല്ല ലോസ് ആണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യണം. ആര്? വെൻഡർ കമ്പനിക്ക് പർച്ചേസിങ് കമ്പനി കൊടുക്കുന്ന എമൗണ്ട് ആണല്ലോ പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ വെൻഡർ കമ്പനീൻ്റെ ബുക്കിലാണല്ലോ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് പറയുന്നത്. അപ്പോൾ വെൻഡർ കമ്പനി പർച്ചേസിങ് കമ്പനീൻ്റെ കയ്യിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? അത് ഏതിൻ്റെ ഫോമിലാണ് റിസീവ് ചെയ്തത് അത് അവിടെ റെക്കോർഡ് ചെയ്യുക. ചില സമയം ഷെയറിൻ്റെ രൂപത്തിലായിരിക്കും, ചില സമയം ഡിബഞ്ചറിൻ്റെ രൂപത്തിലായിരിക്കും, ചില സമയം ഫ്രാക്ഷണൽ ഷെയറിൽ ഉണ്ടാകുന്ന കേസിൽ ഷെയറിൻ്റെ നമ്പർ ഇത്ര നമ്പർ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ ചില സമയം ഫ്രാക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ വാട്ട് ഓർ ഇറ്റ് മേ ബി എന്തായാലും തന്നെ ആ പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക? പ്രിഫറൻസ് ഷെയർ നമ്മളെ ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യുക. പർച്ചേസ് കൺസിഡറേഷൻ കിട്ടിയതിന് ശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ദേ ആർ ദ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ട്, അവരുടെ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുക. ദെൻ ബാക്കിയുള്ള പർച്ചേസ് കൺസിഡറേഷൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും അക്കൗണ്ടിങ് സ്റ്റെപ്പ് 10 അക്കൗണ്ടിങ് സ്റ്റെപ്സാണ് വെൻഡർ കമ്പനീൻ്റെ ബുക്കിൽ എടുക്കേണ്ടത്. ഒന്നും കൂടി സ്പീഡിലൊന്ന് പറയാം. അമൽഗമേഷൻ ചെയ്യുന്ന ഡേറ്റിൻ്റെ ബാലൻസ് ഷീറ്റ്, അവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ദെൻ പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ആ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് റിയലൈസേഷനിൽ ക്രെഡിറ്റ് കൊടുക്കുക. ദെൻ റിയലൈസേഷൻ്റെ വഴിയിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുമ്പം നമ്മൾ കൺസിഡർ ചെയ്യാത്ത തരം ഫിക്റ്റീഷ്യസ് സെറ്റും അതുപോലെ അക്യുമുലേറ്റഡ് റിസർവ്സും സർപ്ലസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ദെൻ റിയലൈസേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ദെൻ പർച്ചേസിങ് കമ്പനീൻ്റെ കയ്യിൽ നിന്നും വെൻഡർ കമ്പനി പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുക. അത് ഇപ്പോൾ എല്ലാം ക്യാഷിൻ്റെ രൂപത്തിലാവണമെന്നില്ല, എല്ലാം ഷെയറിൻ്റെ രൂപത്തിലാവണമെന്നില്ല, എല്ലാം ഡിബഞ്ചറിൻ്റെ രൂപത്തിലാവണമെന്നില്ല. ഇതിൻ്റെയൊക്കെ മിക്സഡ് ഫോം ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അത് റിസീവ് ചെയ്യുക. പിന്നെ ദെൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാ ഡ്യൂസൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുക. ദെൻ എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക. സോ ഇത്രയൊക്കെ അക്കൗണ്ടിങ് സ്റ്റെപ്പാണ് വെൻഡർ കമ്പനീൻ്റെ ബുക്കിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വാട്ട് ആർ ദ ജേർണൽ എൻട്രീസ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് അമൽഗമേഷൻ.